ശില്പ ഈ ഫുഡ് വ്ളോഗിങ്സ് ഒക്കെ കാണാറുണ്ടോ? അത് കണ്ടിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ച് പാളിപ്പോയ വല്ല എക്സ്പീരിയൻസ് പണി കിട്ടിയ കഥകളുണ്ട്. നമ്മൾ ഈ ഫുഡ് ഞാൻ ഒരു ഫുഡിയാണ്. ബേസിക്കലി എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ മൊത്തം എന്താ പറയാ കുറെ ഫുഡ് തന്നെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഭയങ്കര കാണുമ്പോൾ ഒരു ഭംഗിയാണ്, ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ആണല്ലോ ഫുഡിന്. അത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ കാണുന്ന പോലെ ആയിരിക്കില്ല ഭക്ഷണം, ആ ടേസ്റ്റും ഉണ്ടാവത്തില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ ഫുഡ് ബ്ലോഗിങ്ങിനെ വിശ്വസിക്കാറില്ല. ഇപ്പൊ ഞാൻ പൊതുവെ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ച ഒരു 10-20 വീഡിയോ കാണും. എന്നിട്ട് അതിന്റെ കമന്റ്സും വായിച്ച് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ പരീക്ഷണങ്ങളിലേക്ക് ഇപ്പൊ മുതിരാറുള്ളത്. അങ്ങനെയാണ് ഈ കണ്ണും പൂട്ടി ഫുഡ് ബ്ലോഗിങ്ങിനെ വിശ്വസിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. എന്താണ് അനുപമയ്ക്ക് തോന്നുന്നത്? ഈ എന്താ പറയാ പൈസക്ക് വേണ്ടി എല്ലാ ഫുഡിനെയും പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ബ്ലോഗർമാരുള്ള നാടാണ്. ഞാൻ ആക്ച്വലി എവിടെ നിന്നായിരുന്നു? കോഴിക്കോട് നിന്ന് തന്നെ. എനിക്ക് കോഴിക്കോട് ആക്ച്വലി നോൺ ആസ് ഭയങ്കര വെറൈറ്റി ഓഫ് ഫുഡ്സ്. അപ്പം ഞാൻ ഏതൊരു റീലില് കണ്ടിരുന്നു കോഴിക്കോട് എന്തോ ഒരു ഇളനീർ ജ്യൂസ് ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര സ്വർഗത്തിലെത്തുന്ന ടൈപ്പ് ടേസ്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ട് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് ഞാൻ പോയി കുടിച്ചിരുന്നു. സ്വർഗത്തിലെത്തിയോ? സ്വർഗത്തിലും നരകത്തിലൊന്നും എത്തിയില്ല. ഞാൻ അതിന്റെ മിഡില് ഭൂമി തന്നെയായിരുന്നു. എനിക്ക് അതിന്റെ വെരി അങ്ങനെ ഒരു നാച്ചുറൽ അല്ലെ ഒരു ഓർഡിനറി കരിക്ക് ജ്യൂസ് എങ്ങനെയാ അത് തന്നെ എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടിയില്ല. അല്ലാതെ ഭയങ്കര ഹെവൻലി ഫീൽ ഒന്നും എനിക്ക് അതിനകത്ത് കിട്ടിയില്ല. അതേപോലെ പൈസ ഒരു റീസണബിൾ പ്രൈസ് തന്നെയായിരുന്നു എന്നുള്ളതിലുപരിയായിട്ടൊരു പ്രത്യേകതയൊന്നുമില്ല. ഇവര് കാണിച്ച് കൂട്ടിയ ആ ഒരു സാധനമൊന്നും അതിനില്ല. അവർ കൊടുത്തിരിക്കുന്ന ഈ ഫുഡ് ബ്ലോഗേഴ്സ് കൊടുത്തിരിക്കുന്ന ഹൈപ്പ് ഒന്നും ആക്ച്വലി ആ ഒരു ഫുഡ് ഐറ്റത്തിന് ഇല്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു. പിന്നെ ഞാൻ അതിന് മുതിർന്നിട്ടില്ല. ഇങ്ങനത്തെ വീഡിയോ കണ്ടു പോകുന്ന പരിപാടിക്ക് ഞാൻ മുതിർന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഈ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മന്തിയൊക്കെ കഴിക്കാൻ പോയിട്ട് ആകെ ചമ്മിപ്പോയ അനുഭവം എനിക്കുണ്ട്. മന്തി കഴിക്കാൻ പോയിട്ട് മണ്ടിയായി പോയി. ഞാൻ മന്തി കഴിക്കാൻ പോയിട്ട് മണ്ടിയായി പോയ ഇൻസിഡന്റ്. ഇതേപോലെ കുറെ നമ്മള് ഈ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു 100 റീൽ എടുത്ത് നോക്കി അതിലൊരു 88-90 റീലും ഫുഡിന്റെ തന്നെയായിരിക്കും. അതെന്താ ഈ റീലുകളുടെ ഒരു സാധനം എന്താണെന്നറിയോ? ഇവരതിനങ്ങ് കളറൊക്കെ ചെയ്തിട്ടേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് എത്തും. ഇന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ആ സാധനം കൈ പൈസ കടം വാങ്ങിപ്പോയി കഴിക്കാനുള്ള ഒരു മൂഡിലേക്ക് നമ്മളെ എത്തിക്കും അത്. പക്ഷെ നമ്മളവിടെ പോയി കഴിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തല്ലി പൊട്ടിച്ച് എന്താ പറയാ ഇതിനാണോ ഞാൻ ഈ തുള്ളിച്ചാടി വന്നേ എന്ന് ഞാൻ വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. ചിലർ ഭയങ്കര ഹൈപ്പ് കൊടുക്കും. നമ്മൾ എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കുന്ന അനുഭവമാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഫുഡ് ബ്ലോഗിങ്ങിന്റെ വേറൊരു സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ഇരുന്ന് കഴിക്കുക. അത് ഒരാൾ ഇരുന്ന് കഴിക്കുക. അതല്ലെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് അതും ഈ ഒരാൾ ഇരുന്ന് ഇങ്ങനെ ASMR വീഡിയോ ഒക്കെ പോലെ ഇരുന്ന് ഇങ്ങനെ ഈ നമ്മള് ഈ ചൈനീസ് അല്ലെങ്കിൽ നേപ്പാളീസ് അങ്ങനത്തെ ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോ മറ്റേ നൂഡിൽസ് ഒക്കെ ഇങ്ങനെ കഴിക്കണോ നമുക്ക് അങ്ങ് കേരളി വയലൊക്കെ ഇങ്ങനെ വെള്ളം വന്നിരിക്കും. പക്ഷെ ചിലപ്പോ അത്ര ടേസ്റ്റ് ഒന്നും പക്ഷെ അവര് കഴിക്കുന്ന രീതിയും ആ സൗണ്ട് നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നതാണ്. അതും ഒരു ചുറ്റും നിറയെ ഭക്ഷണത്തിന് നടുക്ക് ഈ ഒരൊറ്റ ആളിരുന്ന് അതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഇതേപോലെ കഴിക്കാം. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അതിന് ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു തവണ. അമ്മ ഇങ്ങനത്തെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളാണ്. അമ്മ ഞാൻ ചോദിച്ചിട്ട് ഇത് എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് നോക്കിയേ അവരിങ്ങനെ ഇരുന്ന് ഇത്രയും ഫുഡ് ഒറ്റയ്ക്ക് ഒരാൾ ഇരുന്ന് കഴിക്കുവോ അപ്പൊ അവർക്ക് എന്തോരം കഴിവായിരിക്കും. ഞാൻ കഴിവിന്റെ വിഷയമല്ലല്ലോ. അവ പറഞ്ഞ എന്നാലും അവർ ഇത്രയും ഫുഡ് കഴിക്കുന്നതാകുമ്പോൾ നമുക്ക് കൊതി വരില്ല. അമ്മേനെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതൊക്കെ. എന്നിരുന്നാൽ പോലും ഈ സാധനങ്ങൾ കുറെ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഏട്ടൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് ഏട്ടൻ സ്ഥിരമായിട്ടൊരു ഫോറിനറിന്റെ അയാളൊരു ഫുഡ് ബ്ലോഗറാണ്. അയാള് ആദ്യം മറ്റെന്തൊക്കെയായിരുന്നു അയാളുടെ വീഡിയോസ് ആയിട്ട് ചെയ്തിരുന്നത്, ഫുഡ് ആയിരുന്നില്ല. പിന്നെ അയാള് ഏതോ ഒരു ദിവസം ഫുഡിലേക്ക് മാറി അയാളുടെ കണ്ടന്റ്. അപ്പൊ അയാള് എന്താണ് ഈ ഫുഡ് ആദ്യം കുറച്ച് എമൗണ്ട് ഓഫ് ഫുഡ് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന ഒരു നോർമൽ എമൗണ്ട് ഓഫ് ഫുഡുകൾ അയാൾ ചിലയിടത്ത് പോയി അവിടുന്ന് വാങ്ങി കഴിക്കുന്നു. പിന്നെ ഇയാളും ഇത്തരം വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കണം അയാൾ വീട്ടിലിങ്ങനെ മേശയ്ക്ക് ചുറ്റും ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ച് അതിന് നടുക്കിരുന്ന് കഴിക്കുന്നു. അങ്ങനെ കഴിച്ച് ഇയാള് ഭയങ്കര വണ്ണായി. ഭയങ്കര വണ്ണം എന്ന് പറഞ്ഞാൽ ഒരു വാതിൽപ്പടി കടന്നു പോകാൻ പറ്റാത്ത അത്ര വണ്ണമായി ഇയാള്. അപ്പൊ അത് ഞാൻ ആളുകളുടെ ശരീരത്തെ നാണം കെടുത്ത് അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയല്ല. ഒരാള് ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് വെരി അൺഹെൽത്തി സ്റ്റേറ്റിലേക്ക് മാറുകയാണ്.
അദ്ദേഹം ഇതേപോലത്തെ സോഷ്യൽ മീഡിയാസിൽ വരുന്ന വീഡിയോസ് കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ഇതേപോലെ ആയതെന്ന് പറയുന്നത്. അയാൾ വേറെ ഏതൊക്കെ വീഡിയോസിന് എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്യാന്ന് ആണോ അതിന് പറയാന്നറിയില്ല. നമ്മൾ റിയാക്ട് ചെയ്യില്ല ചില വീഡിയോസിന്. ഇവിടെ സൈഡിൽ ചെറുതായിട്ട് ആ വീഡിയോ കാണിച്ച് നമ്മൾ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യുമല്ലോ. അതേപോലെ ആ സെയിം വീഡിയോയിലുള്ള പോലെ തന്നെയുള്ള ഫുഡുകൾ ഇയാൾ നിരത്തി വെച്ചിട്ട് ഇയാളെ കൊണ്ട് അത് മൊത്തം കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇയാൾ കഴിക്കുമ്പോൾ ഇയാളുടെ ഒരു റിയാക്ഷൻ എന്താണ്, അതാണ് അയാൾ ആ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഒരു കണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ സാധനം ഫുള്ള് ഇയാൾ ഇരുന്ന് കഴിച്ചിട്ട് ഇയാളുടെ ഹെൽത്ത് അങ്ങേയറ്റം വഷളാവുകയാണ്. അയാൾ പിന്നെ നമ്മളതൊന്ന് ആലോചിച്ച് കഴിക്കും, നമ്മളൊരു വലിയ എക്സ്റ്റെൻഡിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരാനുള്ള ഒരു പ്രയാസം. അയാൾക്ക് ഇനി എന്താ എക്സസൈസ് ചെയ്യാനാണെങ്കിലോ ഒന്നിനും പറ്റാത്ത, കിടന്ന് കിടപ്പുന്ന് എണീക്കാൻ പോലും പറ്റാത്ത ഒരാൾ. ശരിക്കും നമ്മുടെയൊക്കെ പോലത്തെ ഈ ഒരു നോർമൽ സ്റ്റേറ്റ് ഓഫ് ശരീരമായിരുന്നു അയാളുടെ. വെരി നോർമലായിരുന്നു. അതിപ്പം ഒരാൾക്ക് സഹായിക്കാനും പറ്റില്ല, അയാൾക്ക് സ്വയമേവ അയാളെ സഹായിക്കാനും പറ്റാത്തൊരു ലെവലിലേക്കായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന് ഈ ഫുഡ് വ്ളോഗിങ് കുറെ പേരെ, കുട്ടികളെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്താണെന്നറിയോ, നമുക്ക് ഈ ഫുഡ് വ്ളോഗിങ് കാണുമ്പോൾ അത് കഴിക്കാനുള്ള കൊതിയൊക്കെ മൊത്തം നമ്മൾ പോകും. നമ്മുടെ എല്ലാവരുടെയും ഭയങ്കരമായ ഒരു വീക്ക്നെസ് ആണ് ഫുഡ് എന്ന് പറയുന്നത്. അതാണ്, അതിനെയാണ് ഈ അതില് ഡിഫറെന്റ് ലൈക്ക് അതിൽ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ നമ്മൾ എന്നും വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് ഫുഡിൽ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ. ഇപ്പൊ ഒരുപാട് നല്ല വ്ളോഗേഴ്സ് ഉണ്ട്, അവര് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞു തരുന്ന ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ തപ്പിപ്പിടിച്ച് ചില കടകൾ മാത്രം അല്ലെങ്കിൽ ചില പാറ്റേണിലുള്ള കടകൾ മാത്രം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷെ ചില ആൾക്കാര് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് 4 കട ഉണ്ട്, 4 കടയും വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. അത് പിന്നെ അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ കടകൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ വന്ന് ഇപ്പൊ എന്റെ വ്ളോഗ് ചെയ്ത് 1 ലക്ഷം രൂപ വരെ കൊടുത്ത് വ്ളോഗ് ചെയ്യിക്കേണ്ട വ്ളോഗേഴ്സ് ഉണ്ട്. ഒരു കടയുടെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പരസ്യം കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ബിൽ ബോർഡ് വെക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അടിച്ചിറക്കുന്നതിനേക്കാൾ ലാഭകരം ഒരു റീല് ചെയ്യുന്നതാണ്. വെരി ലോ കോസ്റ്റ്, ലോ കോസ്റ്റ് എല്ലാ റീലുകൾ. 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ റീലിന് പൈസ വാങ്ങുന്ന വ്ളോഗേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടില്. ഇനി അത് പോട്ടെ, ഇനിയിപ്പോ ലോ കോസ്റ്റിൽ ചെയ്യുന്നവരും ഉണ്ട്. 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ കോസ്റ്റ് എന്ന് ഞാൻ ചിന്തിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മള് ഫുഡിന്റെയോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് ഒരു ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്രൂ മെമ്പേഴ്സ് വേണം, ലൈറ്റ് അപ്പ് ചെയ്യാൻ, അതൊന്നും ഇല്ല, ഒരുപാട് ആളുകൾ. അതൊന്നും വേണ്ട, ഒരു മറ്റേ ഇത് കൂടിപ്പോയാൽ ഒരു മറ്റേ എന്താ പറയാ അത്രയും മതി, അതേ ആവശ്യമുള്ളൂ. ഇപ്പൊ എന്താ എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്കമിങ് വ്ളോഗേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരു 10 വീഡിയോ നമ്മൾ തന്നെ പോയി പൈസ കൊടുത്ത് വാങ്ങി കഴിച്ചിടും. 11ാമത്തെ വീഡിയോ മുതല് നമുക്ക് പൈസ കൊടുക്കണ്ട, പൈസ ഇങ്ങോട്ട് വരും. നമ്മുടെ ഫേസ് രജിസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസോ അല്ലെങ്കിൽ ആ പേജോ, ചില ആൾക്കാർ മുഖം പോലും കാണിക്കില്ല, ഫുഡ് മാത്രം കാണിച്ച് ചെയ്യുന്നവരുണ്ട്. വോയിസ് ഓവർ വെച്ചിട്ട്, വോയിസ് ഓവർ സ്റ്റോറികളെ നന്നായി പുഷ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ആ വിഷ്വൽ ബ്യൂട്ടിയാണ്. ഇപ്പൊ ഒരു ബിരിയാണി വാങ്ങി, ആ ബിരിയാണിയുടെ കുറച്ച് കളർ ചെയ്ത് കുറച്ച് ഭയങ്കര എന്താ പറയാ സ്പൈസി ആയിക്കെ തോന്നിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് കഴിച്ചിരിക്കും. നമ്മൾ എന്ത് വില കൊടുത്തും കഴിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഇവർക്കൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കുറച്ച് വേണം. അതിൻ്റെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്തും പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നവരായി മാറാതെ ആൾക്കാരെ കുറിച്ചിട്ടെങ്കിലും, അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് അവരുടെ വ്ളോഗ് കാണുന്നവർ, അല്ലെങ്കിൽ അവരെ വിശ്വസിച്ച് ഒരു കടയിലേക്ക് പോകുന്നവരെ നിരാശപ്പെടുത്താതെ കുറച്ചും കൂടി നല്ല രീതിയിൽ. ക്രീം ബണ്ണിന്റെ ഞാൻ ഇതേപോലെ കണ്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ. ആൾക്കാര് ഏതൊരാൾ ചെയ്തേക്കുവാ ആ റീല്, ഏതൊരു ഫുഡ് വ്ളോഗർ ക്രീം ബൺ ഇങ്ങനെ ഏതൊരു ബേക്കറിയില്, ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ബേക്കറി ഏതോ ഒരു നാട്ടില്. അപ്പൊ ഇയാള് പോയിട്ട് അവിടെ ഏറ്റവും ഫേമസ് ഡിഷ് അവിടുത്തെ ഈ ക്രീം ബണ്ണാണെന്ന് പറഞ്ഞിട്ട് ക്രീം ബണ്ണൊക്കെ ഇങ്ങനെ തുറന്നടിക്കും, അതിൻ്റെ ഉള്ള ക്രീം ഇങ്ങനെ കാണുന്നു. അപ്പൊ ആളുകൾ അതിൽ ഫോളോ ആയി, ആൾക്കാർക്ക് അത് കഴിഞ്ഞ് പോയ പിന്നെ അവിടെ ഉന്തി തള്ളി കയറ്റമാണ്. അപ്പൊ ഞാൻ അതിന്റെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കി എന്താണ് റിയാലിറ്റി, സത്യാവസ്ഥ അറിയാം. അപ്പൊ അതിനകത്ത് ഭൂരിഭാഗം കമന്റും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണിക്കുന്നതിന്റെ 7 അയലത്ത് പോലും ഉള്ള ഒരു സാധനം ആ ബേക്കറിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാണിക്കുന്ന ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അതില് എന്താ പ്രേരണ മൂത്ത് അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടെ ആ ബേക്കറിക്കാരുടെ കച്ചവടം കൂടുമായിരിക്കാം, പക്ഷെ ആളുകൾ അവിടെ പറ്റിക്കപ്പെടുകയാണെന്നുള്ളതാണ്. ഒരുപാട് ദൂരത്തുനിന്ന് വരെ നമ്മൾ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി ഏതോ സംസ്ഥാനത്തുനിന്ന് അറബികളൊക്കെ വന്ന ചരിത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പക്ഷെ അതിനുള്ള സാധനമുണ്ട്. ചിലത് ഒതന്റിക് ആയ സാധനങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ കലൂര് ഭാഗത്ത് പാകിസ്ഥാനി ഫുഡ് കിട്ടുന്ന ഒരു കടയുണ്ട്, ഒരു തട്ടുകടയാണത്. എനിക്ക് തോന്നുന്നില്ല അവർക്കത് പൈസ കൊടുത്ത് വീഡിയോ കഴിക്കാനുള്ള ത്രാണിയുള്ളവരാണ്, കാരണം അത്രയും ചെറിയൊരു കടയാണത്. അവിടെ പാകിസ്ഥാനി കബാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതുപോലെ ഞാൻ റീല് കണ്ടിട്ട് പോയിട്ടുള്ള ഒരു കടയാണത്.
അത് പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. മേ ബി അത് അവരുടെ ഫുഡ് ടൈപ്പ് എനിക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്റെ കൂടെ വന്ന ആൾക്കാർ നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ പറയുന്ന പോലെ ആൾക്കാർ വരുന്നത് കൂടുതൽ എന്താണ് ഈ റീലുകൾ കണ്ടിട്ട് വരുന്നവരാണ്. അപ്പൊ അങ്ങനത്തെ ജെന്യൂൻ ആയിട്ടുള്ള ചെറിയ കടകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയാ നല്ല ഫുഡ് കിട്ടുന്ന കടകൾ, ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്ന കടകൾ, അത് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. അത് ചില ഇതേപോലത്തെ ആദ്യം ഞാൻ പറഞ്ഞത് വേറൊരു ടോണിലാണെങ്കിൽ പോലും ആരാലും അറിയപ്പെടാത്ത നല്ല ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന കടകൾ അവര് എന്താ പറയാ ഇല്ലാതിരിക്കുന്നത് ഇത്തരം വീഡിയോകൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കും അതൊരു ബെനിഫിറ്റ് ആണ്. അത് ആ വീഡിയോയിൽ വരുന്ന ആ ഒരു സെല്ലർ ഉണ്ടല്ലോ, ബേക്കറിയോ ഹോട്ടലോ വോട്ടെവർ, അവർക്കും അതൊരു ബെനിഫിറ്റ് ആണ്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോ കോസ്റ്റ് ആണെങ്കിൽ അതില് ഒരു നല്ല പരിപാടിയാണ് അത്. യെസ്, എന്തായാലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇനിയുള്ള വ്ളോഗിങ്ങിലെങ്കിലും അവർ കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.